ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കൻ ന്യൂസിലൂടെ 10 ദിനങ്ങളിൽ സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കർത്താവിൻ്റെ വചനമെന്ന ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞ ഈ മണിക്കൂറിനെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന കൃപയുടെ സമയമാണിത്. വചനമയച്ച് അനേകരെ വിശുദ്ധീകരിക്കുകയും വചനമയച്ച് അനേകരെ സുഖപ്പെടുത്തുകയും വചനമയച്ച് നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയുടെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളേവരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 52-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഈ വചനത്തിന് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാലും ആനന്ദത്താലും നിറഞ്ഞവരായി. എൻ്റെ സഹോദരങ്ങളെ, വർദ്ധിച്ചു വരുന്ന തിന്മകളും പാപമ്ലേച്ഛതയുടെ അതിപ്രസരവും കഠിനമായ പാപപ്രലോഭനങ്ങളുടെ ആധിക്യവും നിമിത്തം ഇന്ന് അനേകം ജീവിതങ്ങൾ ദുരിതത്തിലും കഷ്ടതയിലും നിരാശയിലും അതിലേറെ വിഷാദത്തിലുമാണ്. പലരോടും ചോദിക്കുമ്പോൾ അവർ പറയും, ജനിച്ചു പോയില്ലേ, ഇനി ജീവിച്ചേ മതിയാകൂ. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വളരെയധികം വേദനയോടുകൂടി നീറി കഴിയുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാരെ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ കൃപ നമ്മൾ ഇപ്പോൾ സ്വീകരിക്കണം. ഈ വചനത്തിൻ്റെ മുദ്രയാൽ നമ്മൾ പ്രകാശിതരാകണം. ഈ തലമുറയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ സ്വർഗം തെരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും ഈ നാളുകളിൽ നമ്മിലൂടെയാണ് ലോകം ദർശിക്കേണ്ടത്. ഇത് വെറും ഒരു കഥാപുസ്തകമല്ലെന്നും ഇത് മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയാണെന്നും നമുക്കായി നൽകപ്പെട്ട നിത്യജീവന്റെ വചസ്സുകളാണ് ഓരോ പരിശുദ്ധ വചനവും എന്ന് ഈ തലമുറയോട് പ്രഖ്യാപിക്കുവാനുള്ള ആത്മീയ അധികാരവും അഭിഷേകവും നമുക്ക് കൂടിയേ തീരൂ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനത്തിന്റെ മാധുര്യം അനുഭവിച്ച് ഞങ്ങൾ ആനന്ദമുള്ളവരാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, മുറിപ്പാടുകളിലേക്ക് കർത്താവേ പരിശുദ്ധ വചനമയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വീണ്ടും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം. ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. റോമൻ കാരാഗൃഹത്തിൽ കിടന്ന് ആ കാരാഗൃഹത്തിൽ ഇരുട്ടറയിൽ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ആ തടവറയില് അപ്പോസ്തലൻ പൗലോസ് ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, റിജോയ്സ്, റിജോയ്സ്, നിങ്ങൾ ആനന്ദിക്കുവിൻ, നിങ്ങൾ സന്തോഷിക്കുവിൻ, എപ്പോഴും നമ്മുടെ കർത്താവിൽ ആനന്ദിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, മാനുഷികമായി ചിന്തിച്ചാൽ ആനന്ദിക്കാൻ യാതൊരു വകയുമില്ല. എന്നാൽ ആ തടവറയുടെ കഠിന ബന്ധനത്തിൽ കിടന്ന് പൗലോസിലേക്ക് പ്രഖ്യാപിക്കുകയാണ്, ആനന്ദിക്കുക, എൻ്റെ ജനമേ ആനന്ദിക്കുക. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക. എന്തുകൊണ്ട് പൗലോസിലേക്ക് ഇത് പറയാൻ പറ്റിയത്?
പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ വചനമുണ്ടായിരുന്നു. പരിശുദ്ധ വചനത്തെ കണ്ടുമുട്ടിയവനായിരുന്നു പൗലോസ്ലിഹ. വചനം ഭക്ഷിച്ചവൻ, വചനത്തെ മുറുകെ പിടിച്ചവൻ, വചനം ജീവിച്ചവൻ. അതുകൊണ്ട് തന്നെ ആ കാരാഗൃഹത്തിന് ഇരുട്ടറയിൽ കഴിയുമ്പോൾ പൗലോസ്ലിഹ പറഞ്ഞു, നമ്മൾ നിരാശപ്പെടേണ്ട, നമ്മൾ വിഷാദിക്കേണ്ട, നമ്മൾ ആനന്ദിക്കണം. എപ്പോഴും നമ്മുടെ കർത്താവിൽ ആനന്ദിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലേക്ക്, നമ്മുടെ ദുരിതങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക് ഈ വചനത്തിന്റെ തീ, ഈ വചനത്തിന്റെ ഫയർ കത്തി പടരുവാൻ നമ്മളൊരു മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, നിരാശയുടെ കെട്ടുകൾ അഴിക്കണമേ. അങ്ങ് വചനമയച്ച് വിഷാദത്തിന് മുഖങ്ങൾ ഒടിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. വചനത്തിന്റെ മാധുര്യം അനുഭവിച്ച് ആനന്ദമുള്ളവരാകാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കരമുയർത്തി കരമുയർത്തി കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തെ, അത്ഭുത നാമത്തെ, അവിടുത്തെ പരിശുദ്ധ വചനത്തെ, അവിടുത്തെ പരിശുദ്ധ രക്തശരീരങ്ങളെ മഹത്വപ്പെടുത്തി നമ്മൾ ഒന്നിച്ച് സ്തുതിക്കുന്നു. യേശുവേ, ഈശോയേ, ആരാധന ആരാധന ആരാധന. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ കരുണ കാണിക്കണമേ. അവിടുത്തെ പരിശുദ്ധ വചനമയച്ച് അനേകരെ സുഖപ്പെടുത്തണമേ, വിമോചിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആനന്ദം തിരിച്ചു നൽകണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ തുറന്നു പിടിച്ച് പരിശുദ്ധ വചനത്തിന്റെ മാധുര്യം അനുഭവിച്ച് പ്രവാചകനായ ജെറമ്യ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വചനം ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി മാറി. ആരെല്ലാം പരിശുദ്ധ വചനത്തെ കണ്ടുമുട്ടുന്നുവോ അവരെല്ലാം ആനന്ദമുള്ളവരാണ്. ഈ ലോക ജീവിതത്തിൽ അവർക്ക് സന്തോഷിക്കാൻ അധികം വകയില്ലെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, അവർ ആനന്ദമുള്ളവരാണ്. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലേക്കും അമ്മമാതാവിന്റെ ജീവിതത്തിലേക്കും സ്ത്രീകന്മാരുടെ ജീവിതത്തിലേക്കും വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലേക്കെല്ലാം നമ്മൾ നോക്കുമ്പോൾ മാനുഷികമായി ആനന്ദിക്കാൻ അവർക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അവർ ആത്മാവിൽ ആനന്ദിച്ചു. കാരണം അവരുടെ ജീവിതത്തിൽ വചനമുണ്ടായിരുന്നു. അവർ വചനത്തെ കണ്ടുമുട്ടിയവരായിരുന്നു. അവർ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചവരായിരുന്നു. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം പോ നടത്തണമേ. ആഗ്രഹത്തോടെ പാടുകേ. കർത്താവേ, തിരുഹിതം പോലെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കർത്താവേ, നിങ്ങളുടെ വചനത്താൽ ഞങ്ങളെ പണിയണമേ. നിങ്ങളുടെ വചനത്താൽ ഞങ്ങളെ പുതുക്കണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്ക. ആഗ്രഹത്തോടെ പറഞ്ഞേ, നിൻ വചനം ആമേൻ ധ്യാനിക്കുമ്പോൾ ഒന്ന് കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുന്നു. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. ജീവന്റെ വചനമേ, സത്യത്തിന്റെ വചനമേ, പരിശുദ്ധ വചനമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദീപമതായി നിൻ മൊഴികൾ. ഇരു കരങ്ങൾ ഉയർത്തി വചനത്തിന് കൃപ സ്വീകരിച്ചുകൊണ്ട്, വചനാഭിഷേകം സ്വന്തമാക്കിക്കൊണ്ട്, വചനത്തിന്റെ മുദ്രയാൽ നമ്മൾ പ്രകാശിതരാകുവാൻ, വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, വചനത്താൽ അനുഗ്രഹിക്കുന്നവരാകുവാൻ, പരിശുദ്ധ വചനത്താൽ സുഖപ്പെടുവാൻ, വിമോചിതരാകുവാൻ ആഗ്രഹിച്ച് കരമേറ്റ യേശുവേ, ജീവിക്കുന്ന കർത്താവേ,
പരിശുദ്ധ വചനമയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. വചനമയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വചനമയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വചനമയച്ച് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ജീസസ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ നിറയട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. വ്യാപരിക്കുന്ന കൃപ, പുറപ്പെടുന്ന കൃപ 10,000ങ്ങളിലേക്ക് അത് പ്രവഹിക്കട്ടെ. റിലീസ്. ഈശോ, ഈശോ, ഈശോ. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞേ, കർത്താവിന്റെ വചനമേ, കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ, കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ, കർത്താവിന്റെ വചനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, സഭയുടെ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം എന്ന ശുശ്രൂഷയുടെ 3ാം ദിനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നമ്മൾക്ക് ഈ സമയം അയക്കാം. ദൈവവചനത്തിൽ ആഴപ്പെടുവാനും വചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കുവാനും ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുവാനും വചനത്തിന് ധീരതയോടെ സാക്ഷ്യം നൽകുവാനുമായിട്ടുള്ള നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ മക്കളും തലമുറകളെല്ലാം കർത്താവിൻ്റെ വചനത്താൽ മുദ്ര ചെയ്യപ്പെടുവാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഈ സമയം നിയോഗമായി ഈ വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഈ സമയം ലൈവായി നിങ്ങൾക്ക് ഈ നമ്പറിൽ ഫോൺ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. ലൈവിൽ തന്നെ 10,000 ഒന്നിച്ച് നമ്മുടെ നിയോഗങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമുക്കൊന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഇറങ്ങി ആ നിയോഗങ്ങളിലെല്ലാം വലിയ കൃപ വർഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ നമ്മൾ തിരുവചന ശുശ്രൂഷയിലേക്ക് വരികയാണ്. പരിശുദ്ധ വചനം ജീവിതത്തിൻ്റെ ആനന്ദമാണ്. ആരെല്ലാം കർത്താവിൻ്റെ വചനത്തെ കണ്ടുമുട്ടിയോ അവരെല്ലാം ആനന്ദമുള്ളവരായി. അവർക്ക് പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കാഞ്ഞിട്ടല്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ മാധുര്യം, പരിശുദ്ധ വചനത്തിൻ്റെ ശക്തി അവർ അനുഭവിച്ചപ്പോൾ അതെല്ലാം അവരുടെ ജീവിതത്തിൽ കൃപയായി മാറുകയാണ്. പ്രതിസന്ധികളും അസ്വസ്ഥതകളും വേദനകളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കുന്നൊരു ആനന്ദം, ഒരു ജോയ്, ആത്മാവിൻ്റെ ആനന്ദം അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നൊരനുഭവം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും തിരുസഭയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമേറിയ ഒരു കാലഘട്ടമാണ്. ഇന്ന് മനുഷ്യൻ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എങ്ങനെ സുഖിക്കാം, ഈ ലോക ജീവിതം എങ്ങനെ ആഘോഷിക്കാം, എങ്ങനെ ഇത് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാം, ലോക സുഖങ്ങൾക്ക് വേണ്ടി, നശ്വരമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി കാലുവെന്ത നായയെ പോലെ ഇന്ന് മനുഷ്യൻ പരക്കം പായുകയാണ്. ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ തിരസ്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തെയും അവിടുത്തെ കുദാശകളെയും നിരാകരിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ സുഖിക്കാനും സന്തോഷിക്കാനും പറ്റും, ഈ ലോകത്തിൻ്റെ പ്ലഷേഴ്സ്, ഈ ലോകത്തിന് നശ്വരമായ സുഖങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങളെ കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും പരിശുദ്ധ കുദാശകളെയെല്ലാം ഇന്ന് തിരസ്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അനേകം ജീവിതങ്ങൾ നാശത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ ഇന്ന് കാണുകയാണ്. പലപ്പോഴും ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മളിന്ന് എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്?
ഈ അടുത്ത ദിനങ്ങളിൽ കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഒരു 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 പ്ലഷറിന് വേണ്ടിയാണ്, എന്ന് പറഞ്ഞാൽ സുഖത്തിന് വേണ്ടിയാണ്. ജഡീക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ മറ്റു പല സുഖഭോഗങ്ങൾ, നശ്വരമായ നൈമിഷികമായ സന്തോഷങ്ങൾ, ഇതിനെല്ലാം വേണ്ടി എൻ്റെ സഹോദരങ്ങളെ നിത്യതയെ മറന്ന് ജീവിക്കുന്ന, പരിശുദ്ധ വചനത്തെ നിരാകരിച്ച് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ എൻ്റെ സഹോദരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം ദൈവവചനത്തിലേക്ക് കടന്നു വരിക സഹോദരങ്ങളെ. എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 34 വചനത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ഒരു ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് ആ ദിവസം നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. വ്യക്തമായി കർത്താവിൻ്റെ വചനം പറയുന്നു സുഖലോലുപത. എല്ലാവരും വചനം ശ്രദ്ധിച്ച്, സുഖലോലുപത, എങ്ങനെ സുഖിക്കാം, എങ്ങനെ ഈ ശരീരത്തിന് സന്തോഷം കൊടുക്കാം, എങ്ങനെ ഈ ജീവിതം കൂടുതൽ കളർഫുള്ളാക്കാം. സുഖലോലുപതയുടെ പുറകെ പരക്കം പായുന്ന അവസ്ഥ. ഞാൻ വീണ്ടും പറയട്ടെ, അവിടെ കർത്താവിൻ്റെ വചനത്തിനൊരു പ്രസക്തിയുമില്ല. സുവിശേഷ മൂല്യങ്ങൾക്ക്, കർത്താവിൻ്റെ കൽപ്പനകളെ ചവിട്ടിമെതിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് സുഖലോലുപതയുടെ പുറകെ അനേകരിന്ന് പരക്കം പായുന്നു. ഈ കാലഘട്ടത്തിൻ്റെ, ഈ അന്ത്യ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കെണിയാണ് സഹോദരങ്ങളെ സുഖലോലുപത. അത് എന്നെയും നിങ്ങളെ നശിപ്പിക്കും, നമ്മുടെ ആത്മാക്കൾക്ക് നാശം വരുത്തുമെന്ന് നമ്മുടെ കർത്താവ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ വചനത്തിലൂടെ മുന്നറിയിപ്പ് തരികയാണ്. നമ്മളിത് മനസ്സിലാക്കണം. ഇന്ന് ഈ സുഖങ്ങൾക്കും നശ്വരമായ ലോകമോഹങ്ങൾക്കും വേണ്ടി മനുഷ്യൻ അധ്വാനിക്കുന്നു, മനുഷ്യൻ പ്രവർത്തിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇതിനുള്ള ബന്ധത്തിൽ സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 4 അധ്യായം 19 തിരുവചനം. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. അവർ മനസ്സ് മരവിച്ച് എല്ലാവിധ ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവരങ്ങ് ജീവിതം ആസ്വദിക്കുകയാണ്. നശ്വരമായ സുഖങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ഭോഗാസക്തിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ. സഹോദരങ്ങൾ, എന്താ ഈ തകർച്ചയുടെ കാരണം? അവർ കർത്താവിൻ്റെ വചനത്തെ കണ്ടുമുട്ടിയിട്ടില്ല. ദൈവവചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ അനേകർക്ക് സാധിക്കുന്ന ആ വെളിച്ചം കിട്ടുന്നില്ല. പത്രോസ്ലീഹ പറയുന്നുണ്ട്, താൻ എഴുതിയ 1 ലേഖനം 4 അധ്യായം 3 വചനത്തിൽ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. വിജാതീയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിശ്ചിതമായ വിഗ്രഹാരാധനയിൽ മുഴുകി നിങ്ങൾ മുൻപ് വളരെ കാലം ജീവിച്ചു. ഈ ലോകത്തിൽ നശ്വരമായ സുഖങ്ങൾ അനുഭവിക്കുവാൻ, ലോകത്തിന്റെ ഭോഗേച്ഛകൾക്ക് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി നമ്മളൊക്കെ കർത്താവിൻ്റെ വചനത്തെ കണ്ടുമുട്ടുന്നതിനേക്കാൾ മുൻപ്, ദൈവവചനത്തിന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ ജഡീകരായി, ലൗകികരായി ജീവിച്ചവരാ സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തെ തിരിച്ചറിയുന്നു, വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുന്നു, പരിശുദ്ധ വചനത്തിന്റെ ശക്തി അനുഭവിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. കർത്താവിൻ്റെ രക്ഷയുടെ ആനന്ദം, ജോയ് ഓഫ് സാൽവേഷൻ, പരിശുദ്ധ വചനത്തെ കണ്ടുമുട്ടുമ്പോൾ രക്ഷയുടെ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നു. ഈ ആനന്ദം ഈ ലോകം തരുന്ന ഏതൊരു സുഖത്തേക്കാൾ എത്രയോ വലുതാണെന്ന് കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാ, നമ്മുടെ ജീവിതങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. സങ്കീർത്തകനായ ദാവീദ് പ്രഖ്യാപിക്കുന്നുണ്ട്, 4 സങ്കീർത്തനം 7 വചനത്തിൽ തൻ്റെ അനുഭവമാണ് ദാവീദ് പറയുന്നത്.
ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായ വചനമാണ് എൻ്റെ സഹോദരങ്ങളെ. ഇത് വളരെ പവർഫുൾ ആയൊരു വചനമാണ്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും, എന്താണ് ഈ ധാന്യവും വീഞ്ഞും? ലോകം തരുന്ന സുഖങ്ങളാണ്, ലോകത്തിൻ്റെ നൈമിഷികമായ സന്തോഷങ്ങളാണ്. മദ്യപിക്കുമ്പോൾ, കഞ്ചാവടിക്കുമ്പോൾ, വഴിവിട്ട ലൈംഗിക അരാജകത്വത്തിൽ ഏർപ്പെടുമ്പോൾ, ജഡമോഹത്തിൽ വ്യാപരിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ആസക്തിയോട് അനുഭവിക്കുമ്പോഴൊക്കെ അതിൽ ഒരു ചെറിയ സുഖമുണ്ട്, സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറയാ, എന്നാൽ അവർക്ക് കിട്ടുന്ന ഈ നശ്വരമായ സുഖങ്ങളെക്കാൾ എത്രയോ വിലപ്പെട്ട വിലയേറിയ ആനന്ദം എന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം ദാവീദ് വചനത്തെ കണ്ടുമുട്ടിയവനാണ്, വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചവനാണ്, അവൻ വചനത്തിൽ ജീവിച്ചവനാണ്. എൻ്റെ സഹോദരങ്ങളെ, ആരെല്ലാം പരിശുദ്ധ വചനത്തെ കണ്ടുമുട്ടുന്നുവോ, ആരെല്ലാം വചനത്തെ വിശ്വാസത്തോടെ ഭക്ഷിക്കുന്നുവോ, ആഗ്രഹത്തോടെ സ്നേഹത്തോടെ വചനം വായിച്ച് വായിച്ച് വചനം ഭക്ഷിച്ച് 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 വചനത്തിലേക്ക് വേരുറപ്പിക്കുന്നുവോ, അവരുടെ ജീവിതങ്ങൾ ആനന്ദത്തിൻ്റെ ജീവിതങ്ങളാകും. നമുക്കൊരു കോള് വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി കർത്താവെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ നിയോഗം പറഞ്ഞോട്ടോ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? പറഞ്ഞോ. ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞോ. ബ്രദറെ, എന്റെ ഹസ്ബൻഡും മക്കളും ഒന്നും പള്ളിയിൽ പോയില്ല. കുർബാനയിലും കാര്യത്തിലും പ്രാർത്ഥനയിലും കർത്താവേ, ഞാനിവിടെ പ്രാർത്ഥന വെച്ചാലും കരുണ കാണിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാട്ടോ സഹോദരി, വിഷമിക്കേണ്ട. ശ്രദ്ധിക്കുക, നമുക്ക് വിഷമിക്കേണ്ട കേട്ടോ. കർത്താവിൻ്റെ കരുണയിലേക്ക്, കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നന്നായി വിശ്വസിച്ച് സഹോദരി വചനം വായിക്കുക. മക്കൾക്ക് വേണ്ടി വചനം വായിച്ച് വചനത്തിലൂടെ കിട്ടുന്ന സൗഖ്യവും വിമോചനവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി സഹോദരി വിശ്വസിച്ച് അങ്ങ് സ്വീകരിക്കണം. തുടർന്ന് വരുന്ന ദിനങ്ങളിലെ ശുശ്രൂഷകളിലൊക്കെ ഏറ്റവും ഒരുക്കത്തോടെ പങ്കെടുക്കുക കേട്ടോ. കർത്താവ് ഇടപെടും. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മുടെ കണ്ണുനീര് മറികടന്ന് പോകുന്നവനല്ല, വിശ്വസ്തനായ ദൈവമാണ്. തന്നെ ആശ്രയിക്കുന്നവർ ഉപേക്ഷിക്കാത്തവനാണ്. തൻ്റെ വചനത്തോട് 100% വിശ്വസ്തത പുലർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ പ്രോമീസിൽ വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഈ സഹോദരിയുടെ വേദന, മക്കള് വിശ്വസിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, അവർക്ക് വചനം വേണ്ട, പരിശുദ്ധ കുദാശകൾ വേണ്ട, ആ കുഞ്ഞുങ്ങളിൽ സത്യവിശ്വാസം അറിയാൻ. ഇതുപോലെ വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഇതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ട അനേകം മക്കളുണ്ട്, അനേക യുവമക്കളുണ്ട്, ടീനേജേഴ്സ് ഉണ്ട്. നമുക്ക് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. അവർ വചനത്തിന്റെ തീനാവുകളാകാൻ, വിശ്വാസത്തിന്റെ കാവലാളുകളാകാൻ, അവർ വചനത്തിന്റെ കൊടുങ്കാറ്റുകളാകാൻ കർത്താവെ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ. കർത്താവെ വചനമയച്ച കെട്ടുപൊട്ടിക്കണമേ, അവിശ്വാസത്തിന്റെ കെട്ടഴിക്കണമേ, സംശയത്തിന് കെട്ടുകൾ പൊട്ടിക്കണമേ, ഹൃദയ കാഠിന്യത്തിന് മുഖങ്ങൾ ഒടിച്ചു കളയണമേ. കർത്താവിന്റെ വചനം കടന്നു ചെല്ലട്ടെ, പരിശുദ്ധ വചനം കടന്നു ചെല്ലട്ടെ. എല്ലാ പൈശാചിക രൂപികളെയും ഇരുട്ടിന്റെ ശക്തികളെയും നാരകീയ പോരുകളെയും കർത്താവേ അങ്ങയുടെ പരിശുദ്ധ വചനമയച്ച് അവരെ സ്വതന്ത്രമാക്കണമേ. Lord, heal right now, Jesus. Hallelujah, hallelujah. സ്തുതിക്കുന്നു, ചേർന്ന് പാടി സ്തുതിക്കുന്നു. ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകമെന്നെ ക്രൂശിച്ചാലും ആര് കൂടെയുണ്ട്? ലോകത്തെ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും.
കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും, ഞാനെന്നും വഴി നടക്കും, ഞാനെന്നും വഴി നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമുക്ക് ആനന്ദം തരുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേട്ടെ നിങ്ങൾ. ആരെല്ലാം ഈ വചനത്തെ കണ്ടുമുട്ടുന്നുവോ, ആരെല്ലാം ആഗ്രഹത്തോടെ വചനം ഭക്ഷിക്കുന്നുവോ, ആരെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്രമിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അവർക്ക് എന്തൊക്കെ പ്രതിബന്ധങ്ങളും കൊടിയ സഹനങ്ങളുണ്ടെങ്കിലും അവരുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമാകും. നിരാശയ്ക്കോ വിഷാദത്തിനോ അവരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. സഹോദരങ്ങളെ, 21-ാം സങ്കീർത്തനം പരിശുദ്ധ വചനം പറയാം, 6-ാമത്തെ വചനം, അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. കർത്താവ് തൻ്റെ സാന്നിധ്യം അയച്ച്, തൻ്റെ വചനം അയച്ച് നമുക്ക് ആനന്ദം തരികയും നമ്മൾ ആനന്ദം അണിയിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അപ്പോൾ എന്തൊക്കെ ദുരിതമുണ്ടാവട്ടെ, എന്തൊക്കെ കഷ്ടപ്പാടുണ്ടാകട്ടെ, എന്തൊക്കെ കൊടിയ സഹനങ്ങൾ, ക്ലേശങ്ങൾ, എന്ത് തന്നെ തകർച്ചകളാകട്ടെ, അതിൻ്റെ നടുവിലും തൻ്റെ വചനം തന്ന്, തൻ്റെ വചനം തന്ന്, തൻ്റെ സാന്നിധ്യം പകർന്ന് നമ്മൾ ആനന്ദം അണിയിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. എത്ര വിശ്വസ്തനായ ദൈവമാണ് സഹോദരങ്ങളെ. പത്രോസ് അപ്പോസ്തലൻ ഇതേ സത്യമാണ് സഭയെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വചനം കേൾക്കണമേ. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ വചനം പറയുന്നു, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. സഹോദരങ്ങളെ, ആദിമസഭ വലിയ പീഡനത്തിലായിരുന്നു, കൊടിയ ദുരിതത്തിലും സഹനത്തിലുമായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളുടെ വേലിയേറ്റങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ നടുവിൽ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്, മഹത്വപൂർണവും അവാച്യവുമായ സന്തോഷത്തിൽ കർത്താവിന് ജനം മുഴുകുകയാണ്. അവ ആനന്ദ തിമിർപ്പോടെ കർത്താവിനെ ആരാധിക്കുകയാ, കർത്താവിനെ സ്നേഹിക്കുകയാ, അവിടുത്തെ മഹത്വപ്പെടുത്തുകയാ. അതിന് കാരണം എന്താണെന്നറിയോ? അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനമുണ്ടായിരുന്നു. അവർ വചനത്തെ കണ്ടുമുട്ടിയവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുമൊഴികൾ അനുസരിച്ചവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചവർ ജീവിച്ചു. എവിടെയും ദൈവവചനത്തെ അവർ ഉയർത്തിപ്പിടിച്ചു. അവർ വചനത്തെ ആദരിച്ചു. അവർ പരിശുദ്ധ വചനത്തെ ബഹുമാനിച്ചു. അതുകൊണ്ട് തന്നെ കൊടിയ സഹനത്തിൻ്റെയും ക്ലേശത്തിന് നടുവിൽ അവർ അവാച്യമായ ആ സന്തോഷം കൊണ്ട് അവർ മതിമറന്ന് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മളൊക്കെ ഈ കൃപയിലേക്ക് വരാൻ നമ്മളിത് ചിന്തിച്ചു നോക്കി. ഞാൻ ഈ വചനം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഇതുപോലെ ആകാൻ എന്നായിത്തീരെ സഹോദരങ്ങളെ. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നമുക്ക് ഓവർ ടെൻഷനായി, നമ്മൾ ഇറിറ്റേറ്റഡായി, നമുക്ക് ഭയങ്കര മുൻകോപമായി, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, നമ്മൾ പിന്നെ നാവിൽ വരുന്നതൊക്കെ നമ്മൾ പറയുകയാണ്. നമ്മുടെ കൺട്രോൾ പോകുന്നു, നമ്മൾ മെൻ്റലി വളരെ വീക്കായി മാറുന്നു. എന്താ ഈ തകർച്ചയുടെ കാരണം? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വചനമില്ല സഹോദരങ്ങളെ. പരിശുദ്ധ വചനമില്ല. നമുക്ക് തോന്നാണ് വചനമുണ്ടെന്ന്. കർത്താവിൻ്റെ വചനമാണ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കുന്നതെങ്കിൽ, പരിശുദ്ധ വചനത്തിൻ്റെ മുദ്രയും അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എത്ര വലിയ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും വേലിയേറ്റങ്ങളിൽ നമ്മൾ ആനന്ദത്തോടെ അതിനെ അതിജീവിക്കുവാൻ കർത്താവ് കൃപ തരും. പൗലോസ്ലീഹ ഇതേക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർക്കാർക്ക് 2-ാമത്തെ ലേഖനം 9-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. അവിടെ എന്താ പറയുന്നത്? എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച്. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ മക്കെദോനിയയിലെ വിശ്വാസികൾക്ക് എന്തുണ്ടായി? അവരുടെ സന്തോഷാധിക്യം. നിങ്ങൾ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. എനിക്ക് ഈ വചനത്തിന് പൊരുൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മലയാള ഭാഷയിൽ ഇനി ക്ലേശത്തിനും കഷ്ടപ്പാടിനും അതിൻ്റെ ക്ലൈമാക്സിന് മറ്റൊരു വാക്കിനി പറയാനില്ല.
ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിലാണ് മക്കെദോനിയയിലെ വിശ്വാസികൾ ജീവിക്കുന്നത്. ഒരുപാട് ക്ലേശങ്ങളും കഷ്ടതകളും സഹനങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതിന് നടുവിൽ അവർ പിറുപിറുക്കല്ല, അവർ ഡിപ്രഷനിലേക്ക് പോയില്ല. ഇന്ന് എത്രമാത്രം ഡിപ്രഷനാണ്. ഇന്ന് വിഷാദ രോഗികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു വരുന്നു. കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്ന് ഡിപ്രഷനാണ്. എൻ്റെ സഹോദരങ്ങളെ, 7-8 വയസ്സ് പ്രായമുള്ള കുട്ടികൾ വരെ അറിയാതെ ഡിപ്രഷൻ എന്ന് പറയുന്നു. എത്രയോ ദമ്പതികൾക്ക്, എത്രയോ യുവമക്കൾക്ക്, എന്തിന് പല സമർപ്പിതർക്കും വൈദികർക്കും പോലും ഈ ഡിപ്രഷൻ. നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നേ. ക്ലേശങ്ങളുടെ സഹനത്തിന്റെ തീവ്രമായ പരീക്ഷയിൽ മക്കെദോനിയയിലെ ദൈവജനം അവരെ സന്തോഷിച്ച് മതിമറക്കുകയാണ്. അവരുടെ സന്തോഷാധിക്യം പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു. അവരുടെ സന്തോഷാധിക്യം. അവരെപ്പോഴാ ആനന്ദിച്ച് മതിമറന്നത്? കാര്യങ്ങളെല്ലാം ഭംഗിയായി വളരെ സ്മൂത്തായി പോകുമ്പോഴാണോ? ആണോ സഹോദരങ്ങളെ? ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ നമ്മുടെ ചങ്കിലേക്ക് ഈ വചനത്തിന്റെ അഭിഷേകം ഏറ്റെടുക്കണം. ഹൃദയം തുറന്ന് നിലവിളിച്ച് പറയണം, കർത്താവേ, ഈ വചനത്തിന്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ വചനത്തിന്റെ മുദ്രയാൽ എന്നെ പ്രകാശിപ്പിക്കണമേ. കർത്താവ്, ഈ വചനം ജീവിക്കുവാൻ എന്നെ നീ പ്രാപ്തനാക്കണമേ. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവർ സന്തോഷിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ വചനമുണ്ടായിരുന്നു. അവർ വചനത്തെ കണ്ടുമുട്ടിയവരാ. നമ്മൾ ഈ വചനത്തിന്റെ പവർ മനസ്സിലാക്കണം. ഇത് വെറും ഒരു കഥാപുസ്തകമല്ല പ്രിയപ്പെട്ടവരെ. ഇത് കാലഹരണപ്പെട്ടു പോയൊരു പുസ്തകമല്ല. കർത്താവിന്റെ പ്രത്യാഗമനം വരെ ഈ പരിശുദ്ധ വചനത്തിന് വലിയ ശക്തിയുണ്ട്. കർത്താവ് പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനം മാറിപ്പോവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കിത് മാറ്റുവാനുള്ള അധികാരമില്ല സഹോദരങ്ങളെ. ഇത് ആ കാലഘട്ടത്തിന് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല. സഭയുടെ എക്കാലത്തുമുള്ള ദൈവജനത്തിനായി കർത്താവ് നൽകിയ നിത്യജീവന്റെ വചസ്സുകളാണ് പരിശുദ്ധ ബൈബിൾ. അത് നമുക്ക് ആനന്ദം തരുന്നു. ദാവീദ് പറഞ്ഞില്ലേ, എൻ്റെ ഹൃദയത്തിൽ വീഞ്ഞിൻ്റെയും സമൃദ്ധിയുടെയും അതിലേറെ ആനന്ദം, സന്തോഷം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. പ്രവാചകന് ജെറമിയ, നമ്മൾ ആ വചനം ഇന്നലെ ധ്യാനിച്ചതാണെങ്കിൽ ഒരിക്കൽ കൂടെ വചനം ശ്രദ്ധിക്കാം. 15-ാം അധ്യായം 16-ാം വചനത്തിൽ പ്രവാചകൻ പറയുകയാണ്, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദമൃതമായി. വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ വചനം ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദമൃതമായിട്ട് മാറി. കണ്ടു, വചനത്തെ കണ്ടുമുട്ടിയപ്പോൾ ആരെല്ലാം വചനത്തെ കണ്ടുമുട്ടുന്നുവോ, വചനം ഭക്ഷിക്കുന്നുവോ, വചനത്തിൽ ജീവിക്കുന്നുവോ, വചനത്തെ ആദരിക്കുന്നുവോ, വചനത്തെ ഉയർത്തുന്നുവോ, അവരുടെ ജീവിതങ്ങൾ ആനന്ദത്തിന്റെ ജീവിതങ്ങളാണ്. ജോയ് ജോയ്, ആനന്ദത്തിന്റെ കുടുംബങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു യുവജന ധ്യാനം നടക്കുകയാണ്. ഈ സമയത്ത് കഞ്ചാവും മയക്കുമരുന്നിനും മദ്യത്തിനും ഒരുപാട് പാപബന്ധനത്തിന് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അവന് വചനം ശ്രവിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അവന് പ്രാർത്ഥന വേണ്ട, വചനം വേണ്ട, കുദാശകളൊന്നും വേണ്ട. ധ്യാനത്തിന് ആദ്യത്തെ 2 ദിനങ്ങൾ വളരെ അലസനും ഉദാസീനമായിട്ട് അവൻ ഇരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ കുമ്പസാരമൊക്കെ കഴിഞ്ഞു. അവൻ അല്പസ്വല്പം അവനിൽ മാറ്റം വരാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനം അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനത്തിന് 4-ാമത്തെ ദിവസം സഹോദരങ്ങളെ ശുശ്രൂഷയൊക്കെ സമാപിച്ചു. ഞാൻ രാത്രിയിൽ എൻ്റെ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വരാന്തയിൽ ഒരു കാൽപ്പെരുമാറ്റം കേൾക്കുകയാണ്. ഞാൻ വാതിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു അരണ്ട വെളിച്ചത്തിലെ ഒരു രൂപം നിൽക്കുന്നത് പോലെ അവനെന്നെ മനസ്സിലായി. ആ ചെറിയ വെളിച്ചത്തിൽ അവൻ എന്നെ തിരിച്ചറിഞ്ഞു. അവിടെ നിന്ന് ഓടി അവൻ എന്നോട്, ഐ ആം സേവ്ഡ്, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞ് അവൻ വളരെ സന്തോഷത്തോടെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ആ ചെറുപ്പക്കാരൻ തൻ്റെ ആനന്ദം പങ്കുവെക്കിയ സഹോദരങ്ങളെ. എൻ്റെ ഈ 32 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ വചനം മുറിച്ച് വെളിമ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവവചനത്തിൻ്റെ മാധുര്യം ഒരു ആത്മാവ് അനുഭവിക്കുമ്പോൾ, വചനത്തിൻ്റെ ശക്തിയാൽ ഒരു ആത്മാവ് നവീകരിക്കപ്പെടുമ്പോൾ, പരിശുദ്ധ വചനം ഒരു ജീവിതത്തിലേക്ക്, ഒരു ആത്മാവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ,
എൻ്റെ സഹോദരങ്ങളെ, ആ വ്യക്തിയുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നതും അവർ കർത്താവിനെ കണ്ടുമുട്ടുന്നതും അവരുടെ ജീവിതത്തിലുണ്ടായ ദുഃഖത്തിന്റെ, നിരാശയുടെ, വിഷാദത്തിന്റെ കെട്ടുകൾ പൊട്ടി അവർ ആനന്ദത്തിന്റെ ജീവിതങ്ങളായി മാറ്റപ്പെടുന്ന അനേകം അനുഭവങ്ങൾ കാണുവാൻ എൻ്റെ കർത്താവിനോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൻ പറയും, ഞാൻ കർത്താവിനെ കണ്ടു, എനിക്ക് കർത്താവിനെ വേണം. ഇനി എൻ്റെ ജീവിതം ലോകത്തിനുള്ളതല്ല, പാപത്തിനുള്ളതല്ല, യേശുവിനുള്ളതാണ്. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയാണ്, ഞാൻ വചനത്തിൻ്റെ സാക്ഷിയാണെന്ന് പറഞ്ഞ് അവൻ തൻ്റെ ആനന്ദം പങ്കുവെച്ചാണ് ആ ധ്യാനഹാള് വിട്ടുപോയത്. ഇന്ന് എത്രയോ ആയിരങ്ങൾ, പതിനായിരങ്ങൾ വചനത്തിൻ്റെ ആനന്ദം അനുഭവിച്ച്, വചനം ഭക്ഷിച്ച്, വചനത്തെ കണ്ടുമുട്ടിയപ്പോൾ ദൈവവചനത്തിന്റെ ആനന്ദം അനുഭവിച്ച് ജീവിക്കുന്ന അനേകം ചെറുപ്പക്കാരെ ഈ കാലഘട്ടത്തിലുമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. എല്ലാവരും നശിച്ചു പോയിട്ടില്ല. വചനത്തിന് വേണ്ടി വില കൊടുത്ത്, പരിശുദ്ധ വചനത്തെ മാനിച്ച്, വചനത്തെ ഉയർത്തി ജീവിക്കുന്ന അനേക യുവമക്കള് ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. എത്ര കുടുംബങ്ങളുണ്ട്, എത്രയോ ദമ്പതിമാരെ, സമർപ്പിതൊരു വൈദികര്. നമ്മൾ ശ്രദ്ധിക്കണം, വചനം ആനന്ദമാണ്, അത് ആനന്ദ അമൃതമാണ്. 119 സങ്കീർത്തനം 16 വചനത്തിൽ സങ്കീർത്തകൻ വെളിപ്പെടുത്തുകയാണ്, അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും, കർത്താവേ അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും, അങ്ങയുടെ വചനം ഞാൻ വിസ്മരിക്കുകയില്ല. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു 119 സങ്കീർത്തനം 24 വചനം. എല്ലാവരും ആനന്ദത്തോടെ, ആത്മനിറവോടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത വചനങ്ങൾ ഉച്ചത്തിൽ വായിക്കണം. സങ്കീർത്തകൻ ഏറ്റുപറയാ, അവിടുത്തെ കൽപ്പനകളാണ് കർത്താവേ, അങ്ങയുടെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. കർത്താവേ, അങ്ങയുടെ വചനമാണ് എൻ്റെ ആനന്ദം, അവിടുത്തെ പ്രമാണങ്ങളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കൽപ്പനകളിൽ ആനന്ദിക്കുന്നൊരു വിശ്വാസി, കർത്താവിന്റെ വചനത്തിൽ ആരെല്ലാം ആനന്ദിക്കുന്നുവോ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള ആത്മാവിന്റെ ദൂതാണ്, ആത്മാവ് തരുന്ന ആലോചനയാണ്. ആരെല്ലാം കർത്താവിന്റെ കൽപ്പനകളിൽ ശ്രദ്ധിച്ച്, ഇത് കർത്താവിന്റെ കൽപ്പനയാ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനയാണിത്, നമുക്ക് വേണ്ടി നൽകപ്പെട്ട ചട്ടങ്ങളാണിത്. ഒരു ക്രൈസ്തവന്റെ യഥാർത്ഥ നിയമം എന്ന് പറയുന്നത് കർത്താവിന്റെ ചങ്ങിൽ നിന്നൊഴുകിയ, അവന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ട കർത്താവിന്റെ പരിശുദ്ധമായ വചനങ്ങളാണ്, അവിടുത്തെ കൽപ്പനകളാണ് ഒരു ക്രൈസ്തവന്റെ യഥാർത്ഥ നിയമം. ഈ വചനമാണ് ഈ ലോകത്തിൽ നിന്നെ കൺട്രോൾ ചെയ്യേണ്ടത്, ഈ വചനമാണ് നിന്നെ ഭരിക്കേണ്ടത്. കർത്താവിന്റെ വചനമാണ് എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ കരുത്ത് പകർന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്, നമ്മൾ ആശ്രയിക്കേണ്ടത്, നമ്മൾ കരുത്ത് കണ്ടെത്തേണ്ടത് സഹോദരങ്ങളെ ഈ ലോകത്തിന്റെ വസ്തുവകകളിലല്ല, കർത്താവിന്റെ വചനത്തിലായിരിക്കണം. അതാ ദാവീദ് പറഞ്ഞത്, അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. 24 വചനം 119 സങ്കീർത്തനം ഒരിക്കൽ കൂടെ വചനം ഡിസ്പ്ലേ ചെയ്ത്, അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം തരുന്നത്. അപ്പോൾ ഓരോ വചനവും എന്തിനു വേണ്ടിയ കർത്താവ് നമുക്ക് തരുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ പരിശുദ്ധ ബൈബിൾ ഉണ്ടാകണം. കൂടെ നിങ്ങൾ വചനം വായിക്കണം. നമുക്ക് സന്തോഷം വരുമ്പോൾ മാത്രം, ദുഃഖം വരുമ്പോൾ, നന്മ വരുമ്പോൾ മാത്രമല്ല, തകർച്ചകൾ വരുമ്പോൾ, സഹനത്തിന് സമയത്ത്, ഉയർച്ചയുടെ സമയത്ത്, പരാജയത്തിന് സമയത്ത്, വിജയത്തിന് സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ നേരവും എല്ലാ കാലവും, അതിന് നേരം കാലൊന്നില്ല, അതിന് സമയമില്ല, അതിന് ഭാഷയില്ല, അതിന് കാലവ്യത്യാസങ്ങളില്ല. എപ്പോഴും എവിടെയായിരുന്നാലും കർത്താവിന്റെ വചനം നമ്മൾ ഭക്ഷിക്കുക, കർത്താവിന്റെ പരിശുദ്ധ വചനത്തെ ധ്യാനിക്കുക, വചനം എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുക. സഹോദരങ്ങളെ, ആ വചനം നമുക്ക് ആശ്വാസം തരും, ആ വചനം നമ്മളെ വിമോചിപ്പിക്കും, നമ്മെ ഇത് സ്വതന്ത്രമാക്കും. ഈ വചനം നമുക്ക് ആനന്ദം തരും. ഈ ലോകത്തിൽ മറ്റാരും തരാത്ത, ഈ ലോകത്തിൽ മറ്റൊന്നിനും തരാൻ കഴിയാത്ത വിലപ്പെട്ട വിലയേറിയ ആനന്ദം നൽകാൻ കർത്താവിന്റെ വചനത്തിന് മാത്രമേ കഴിയൂ. This is the word of God. ഇത് ജീവനുള്ള വചനമാണ്, മാറിപ്പോകാത്ത വചനം, മാറ്റമില്ലാത്ത വചനം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ
ഒരുപാട് സഹനത്തിലൂടെ, ഒരുപാട് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ, വേദനകളിലൂടെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവിനെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ന്യൂസ് മീഡിയയുള്ള ബന്ധത്തിലൊക്കെ ഈ വലിയ ഈ ഒരു മിഷണറി മൂവ്, ഈ ഒരു മീഡിയ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ, ഒരു മെൻ്റൽ സ്ട്രഗിൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ ആരംഭ നാളുകളിലും ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ മുൻപിലുണ്ട്. ഒരുപാട് പ്രതിബന്ധങ്ങൾ ചുറ്റിലും അരിഞ്ഞു മൂർക്കുകയാണ്. ഒട്ടും എളുപ്പമല്ല സഹോദരങ്ങളെ. കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ഈ വചനവുമായി നിൽക്കാൻ കഴിയുന്നത്. അത്രമാത്രം പ്രതിസന്ധികളും സഹനങ്ങളൊക്കെ ഉണ്ട്. ഒട്ടും ഈസിയല്ല ഈ ജീവിതം. ഈ സമയങ്ങളിലെല്ലാം പലപ്പോഴും എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധ വചനമാണ്. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് വചനം വായിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം. ചില തിരക്ക് ഉള്ള സമയങ്ങളിലൊക്കെ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവ് എന്നെ ശാസിക്കാറുണ്ട്. കാരണം ഞാനാണ് നിനക്ക് വലുത്, എൻ്റെ ശുശ്രൂഷകളാണ് നിനക്ക് വലുത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ നമ്മുടെ കർത്താവാണ്, കർത്താവിൻ്റെ വചനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വലിയ സ്നേഹത്തോടെ, ആനന്ദത്തോടെ അത് ഭക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയുണ്ട്. നമുക്ക് കിട്ടുന്നൊരു അനോയിൻറ്റിംഗ് ഉണ്ട്, നമുക്ക് ലഭിക്കുന്നൊരു ആനന്ദമുണ്ട്. ഇത് ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒരു വസ്തുവിനും എനിക്കും നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല. ഒരു ദൈവ പൈതൽ ഇത് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങളെ, എന്തിനാ കർത്താവ് ഈ വചനങ്ങൾ നമുക്ക് തരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വചനങ്ങളെല്ലാം എന്തിനാ കർത്താവ് നമുക്ക് തരുന്നത്? എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ച്, കർത്താവ് തൻ്റെ വചനങ്ങൾ എന്തിനാ നമുക്ക് തരുന്നത്? പരിശുദ്ധ വചനത്തിലൂടെ എന്തിനാ ഈശോ നമ്മോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ സന്തോഷം നമ്മിൽ കുടികൊള്ളുവാൻ. ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കുടികൊള്ളുവാനും അങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം നമുക്കായി നൽകപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദം പൂർണ്ണമാകാനാണ്. നമ്മൾ ആത്മാവിൻ്റെ ആനന്ദത്തിൽ ജീവിക്കുവാനാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും വേദനകളും സഹനങ്ങളും നൊമ്പരങ്ങളും കഷ്ടതകളും മുറിപ്പാടുകളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ആനന്ദത്തോടെ ജീവിക്കുവാനാണ് നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധ വചനങ്ങൾ നമുക്കായി നൽകുന്നത്. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. ആ ബോധ്യത്തോടെ നേറ്റുപറഞ്ഞ്, നിൻ വചനം ധ്യാനിക്കുമ്പോൾ കർത്താവിന്റെ വചനമേ ആനന്ദിക്കും. വീണ്ടും 119-ാം സങ്കീർത്തനം 143-ാം വചനത്തിൽ ആത്മാവ് എന്താ പറയുന്നത്? കഷ്ടതയും തീവ്രതയും എന്നെ ഗ്രസിച്ചു, എന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദം പകർന്നു. സഹോദരങ്ങളെ, കഷ്ടപ്പാടിൻ്റെയും ക്ലേശത്തിൻ്റെയും കൊടിയ സഹനത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ദൈവ പൈതലിൻ്റെ മനോഭാവം എന്തായിരിക്കണം? ഒരു ദൈവ പൈതൽ എന്തിലാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്, ആനന്ദം കണ്ടെത്തേണ്ടത്? ലോകസുഖങ്ങളിലാണോ, മദ്യത്തിലാണോ, സെക്സിലാണോ, നശ്വരമായ ജഡമോഹങ്ങളിലാണോ, ലോകത്തിൻ്റെ വസ്തുവകളിൽ അല്ല സഹോദരങ്ങളെ. സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം അതിനെ ഒരിക്കൽ കൂടെ വായിച്ച്, കഷ്ടതയിലും തീവ്രമായ വേദനയും എന്നെ ഗ്രസിച്ചു, എന്നാൽ കർത്താവേ അവിടുത്തെ പ്രമാണങ്ങൾ എനിക്ക് ആനന്ദം പകർന്നു. ഹല്ലേലൂയ. 174-ാം വചനം കൂടി വായിച്ച് 119-ാം സങ്കീർത്തനം 174. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു, അങ്ങയുടെ നിയമമാണ് എൻ്റെ ആനന്ദം. ഈ വചനങ്ങളിലൂടെ എല്ലാം ആത്മാവ് എന്താ ആവർത്തിച്ച് പറയുന്നത്? കർത്താവിൻ്റെ വചനമാണ് എൻ്റെ ആനന്ദം.
ഈ വചനത്തെ മുറുകെ പിടിച്ച് ചങ്കോട് ചേർത്ത് പിടിച്ച് ഇതിന് വിട്ടുപിരിക്കരുത് കർത്താവ്. ഇത് ചങ്കോട് ചേർത്ത് പിടിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇത് ചേർത്ത് പിടിക്കണം. എപ്പോഴും കർത്താവിന്റെ വചനം നിന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണം, നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കണം. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പറയാൻ പറ്റണം, കർത്താവേ അവിടുത്തെ കൽപ്പനകളിലാണ് എൻ്റെ ആനന്ദം. കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, അതിൻ്റെ നടുവിൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങളിൽ ആനന്ദിക്കുന്ന കർത്താവേ. എനിക്ക് അങ്ങയുടെ പ്രമാണം വേണം, എനിക്ക് അങ്ങയുടെ വചനം വേണം. ഞാൻ അവ ഭക്ഷിക്കും, അവ എനിക്ക് ആനന്ദമൃദ്ധമായിട്ട് മാറും. എത്ര ശക്തമായ തിരുവചനങ്ങളാണ് ആത്മാവ് നമുക്ക് തരുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതം കൊടിയ സഹനത്തിന്റെ ജീവിതമല്ല സഹോദരങ്ങളെ, പക്ഷെ അമ്മ ആനന്ദമുള്ളവളായിരുന്നു. തൻ്റെ ഏക മകനായ ഈശോ കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് ഏതൊരു അമ്മയുടെ ചങ്ക് പൊട്ടിപ്പോകും. ആ കുരിശിന്റെ താഴെ അമ്മ നിൽക്കുമ്പോൾ നമുക്ക് വേദനയുണ്ടെങ്കിൽ പോലും ആ രക്ഷാകരമായ ആനന്ദം അമ്മ മാതാവ് ആ കുരിശിന്റെ താഴെ നിന്ന് അനുഭവിക്കുകയായിരുന്നു. എന്താ കാരണം? അമ്മ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചവളാ, കർത്താവിന്റെ വചനത്തെ സമ്മതിച്ചവളാ, കർത്താവിന്റെ വചനത്തിന് ജന്മം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം 1:47 ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ വചനം നാം ശ്രവിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം നാം വിശ്വസിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം നാം ഭക്ഷിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്രമിക്കുമ്പോൾ, നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം, ഈ ലോകത്തിൽ ആർക്കും ഒന്നിനും തരാൻ കഴിയാത്ത ആനന്ദം നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കുന്നു, നമ്മുടെ ജീവിതങ്ങളെ പൊതിയുന്നു, നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 8:5 സമരിയ പട്ടണത്തിൽ പോയി കർത്താവിന്റെ വചനം ഫിലിപ്പോസ് അറിയിക്കുകയാണ്. അവൻ ആത്മനിറവിൽ വചനം പ്രഘോഷിക്കുകയാണ്. അതിന് റിസൾട്ട് എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 8:8 വന്ന എന്താണ് റിസൾട്ട്? അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ട്. വലിയ സന്തോഷം. ആരെല്ലാം വചനം കേൾക്കുന്നുവോ, വചനത്തെ സ്നേഹിക്കുന്നുവോ, വചനത്തെ ആദരിക്കുന്നുവോ, പരിശുദ്ധ വചനത്തെ ഭക്ഷിക്കുന്നുവോ, അവർക്കെല്ലാം ഗ്രേറ്റ് ജോയ്. എല്ലാവരും ഉറക്കെ പറഞ്ഞ് വലിയ ആനന്ദം. പറഞ്ഞേ വലിയ ആനന്ദം. പോരാ വാ തുറന്ന് അഭിഷേകത്തോടെ പറയണം, വലിയ ആനന്ദം, വലിയ ആനന്ദം. അപ്രകാരമുള്ള കുടുംബങ്ങൾക്ക് എന്താണ് വലിയ ആനന്ദം? ചെറുപ്പക്കാർക്ക്, ദമ്പതിമാർക്ക്, സമർപ്പിതർക്ക്, വന്യവൈദികർക്ക് എല്ലാം വലിയ ആനന്ദം. ഗ്രേറ്റ് ജോയ്, വലിയ ആനന്ദം. ഈ സത്യം മനസ്സിലാക്കി ഈ അന്ത്യനാളുകളിൽ യുഗാന്ത സഭയിൽ പാപം വർദ്ധിച്ചിരിക്കുന്ന, തിന്മ പെരുകിയിരിക്കുന്ന, എല്ലാവിധ അരാജകത്വങ്ങളും ഏറ്റവും അതിൻ്റെ സീമാതീതമായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച്, പരിശുദ്ധ വചനത്തെ ചങ്കോട് ചേർത്ത് പിടിച്ച്, വചനത്തിൽ വിശ്രമിച്ച്, വചനത്തിൽ ജീവിച്ച്, എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്തിന് കർത്താവിൻ്റെ വചനത്തിന് ശക്തി വെളിപ്പെടുത്തുന്നതിൽ നമ്മൾ മുന്നോട്ട് വരണം. നമ്മുടെ ജീവിതങ്ങൾ അതിനായി അഭിഷേകം ചെയ്യപ്പെടട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഈ അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേക മക്കള് ഇന്നലെ ഇന്നൊക്കെയായിട്ട് ആയിരക്കണക്കിന് വ്യക്തികളാണ് അവിടെ നിയോഗങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്നത്. നമുക്കതൊന്നും വായിക്കാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ, 1 മണിക്കൂറുള്ളൂ. നമുക്ക് ആദ്യത്തെ 1/2 മണിക്കൂർ വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ നടക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ വചനം ഇറങ്ങി വരുന്ന സമയം, വചനത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് 10,000-ങ്ങളിൽ വ്യാപരിക്കുന്ന സമയം, കർത്താവിന്റെ വചനത്തിന് ശക്തിയാൽ 1000-ങ്ങളെ സ്വർഗം പൂരിതമാക്കുന്ന സമയം, അനേകം കുടുംബങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് കർത്താവിന്റെ വചനം ഇടപെടുന്ന സമയം, കരങ്ങൾ ഉയർത്തി, ഹൃദയം തുറന്ന്, അധരം തുറന്ന് എല്ലാം പറഞ്ഞ ഒറ്റ വിളി, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, വചനമയച്ച് നിരാശയുടെ കെട്ടുകൾ പൊട്ടിക്കണമേ. കർത്താവേ,
പരിശുദ്ധ വചനമയച്ച് വിഷാദത്തിന് മുഖങ്ങൾ ഒടിക്കണമേ. വിഷാദ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. വിഷാദ രോഗികൾ സുഖപ്പെടട്ടെ. വർഷങ്ങളായി വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിലേക്കും കർത്താവിന്റെ വചനം ഇറങ്ങി ചെല്ലട്ടെ. റിലീസ്. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിമോചനങ്ങൾ, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത മാനസാന്തരങ്ങൾ പരിശുദ്ധ വചനത്തിന് അനന്ത ശക്തിയാ, അനന്ത യോഗ്യതയാ ഇപ്പോൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ. ക്രമോടിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് ക്രമോടിക്കട്ടെ. രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ജനപദങ്ങളിലേക്ക് കർത്താവിന്റെ വചനത്തിന് ക്രമോടിക്കട്ടെ. കർത്താവിന്റെ വചനത്തിന് ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പൈശാചിക പിഴകൾ വിട്ടൊഴിയട്ടെ. നാരിക ശക്തികൾ തകരട്ടെ. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു കർത്താവേ. വെളിപ്പെടുന്ന പകരപ്പെടുന്ന അഭിഷേകം സ്വീകരിച്ച് ഇരു കരയുയർത്തി ഒറ്റ വിളി യേശുവേ, ഈശോയേ. സ്തുതിക്കുന്നു. ആമേൻ, ആമേൻ. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ക്ലേശമോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തെ എന്നെ ക്രൂശിച്ചാലും സകലങ്ങളിൽ വേദനകളിൽ ലോകത്തെ വിളിച്ച കർത്താവ് കൂടെയുണ്ട്. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ചേ ആമേൻ ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. ഞാനെന്നും വഴി നടക്കും. ഞാനെന്നും വഴി നടക്കും. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. 2-3 പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമതായി, തുറന്നു വരുന്ന 6 ദിനങ്ങളിൽ 7 ദിനങ്ങളിൽ നമ്മൾ കൂടുതൽ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനം ഈ നാളുകളിൽ സ്വർഗം തന്നിരിക്കുന്നൊരു സമ്മാനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച്, കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച്, ദൈവവചനത്തിലേക്ക് വേരൂന്നി കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വില കൊടുത്ത് അതിനെ മാനിച്ച് ലോകത്തിലും സഭയിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനായി സ്വർഗം തെരഞ്ഞെടുത്തവരാണ് നമ്മൾ. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതായി, വിലയേറിയ മുത്തുകളായി പരിശുദ്ധ വചനത്തെ നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് അയക്കുന്ന പോസ്റ്ററുകൾ, ഈ ശുശ്രൂഷയുടെ ലിങ്കുകൾ, യൂട്യൂബ് ലിങ്കുകൾ, ഫേസ്ബുക്ക് ലിങ്കുകളൊക്കെ നിങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പല പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. മടിക്കരുത്, നാണിക്കരുത്. എല്ലാവർക്കും നിങ്ങൾ അയച്ചു. അത് വലിയ സുവിശേഷ ഇവാഞ്ചലൈസേഷനാണ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ അനേകർ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച് പരിശുദ്ധ വചനത്തിൻ്റെ ധീരസാക്ഷികളായി മാറാൻ നമുക്ക് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകാം. അത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമായി നിങ്ങൾ കാണണം. തുറന്നുള്ള 7 ദിനങ്ങളിൽ ഒരുങ്ങി പ്രാർത്ഥിച്ച് നിങ്ങൾ വരണം. അനേകരെ കൂട്ടിക്കൊണ്ടുവരണം. സാധിക്കുന്നവർ കുടുംബമായി ഒരുമിച്ച് നിങ്ങൾ വചനം കേൾക്കാനായി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സഹോദരങ്ങളെ, സെപ്റ്റംബർ 1 മുതൽ 7 വരെ സ്നേഹബഹുമാനപ്പെട്ട സേവ്യർ പട്ടായിലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ AFC കൂട്ടായ്മയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ഒരു ശുശ്രൂഷ നമ്മുടെ അമ്മ മാതാവിൻ്റെ ജനന തിരുനാളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന, ഷെക്കൻ ന്യൂസിലൂടെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന വളരെ പവർഫുള്ളായൊരു ശുശ്രൂഷയാണ് വിശ്വാസത്തിൻ്റെ വാതിൽ. ബഹുമാനപ്പെട്ട വട്ടായിലച്ചനും ബിനോയിച്ചനും എയ്മി സിസ്റ്ററും പിന്നെ ഞാനും നമ്മൾ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷ നമ്മൾ ക്രമപ്പെടുത്തുന്നത്. എല്ലാവരും നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഇതിൻ്റെ പ്രൊമോളും മറ്റ് കാർഡുകളൊക്കെ ഷെക്കൻ ന്യൂസിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അനേകരോട് പങ്കുവെച്ച് തിരുസഭയിൽ, കേരള സഭയിൽ വലിയൊരു അഭിഷേകത്തിൻ്റെ കൊടുങ്കാറ്റായി മാറാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണമേ എന്ന് ഒത്തിരി സ്നേഹത്തോട് ആവശ്യപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സഹോദരങ്ങളെ,
ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ആരും ഉപേക്ഷ വിചാരിക്കരുത്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും ഓരോന്നും പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കായിട്ടിങ്ങനെ നമുക്ക് ഈ മീഡിയയിലൂടെ അത് പരസ്യപ്പെടുത്താൻ പറ്റത്തില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നമുക്കുണ്ട്. സാമ്പത്തികമായി ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു, ഒത്തിരി ഞെരുക്കത്തിന് നടുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ കർത്താവ് ഇന്നോളം കരം പിടിച്ച് നയിച്ചു. നമുക്കറിയാം, ഒരുപാട് ആവശ്യങ്ങൾ മുൻപിലുണ്ട്. നമുക്ക് ഭീമാകരമായൊരു സംഖ്യ തന്നെ നമുക്ക് ആവശ്യമാണ്. കുറച്ച് പേരൊക്കെ അതിലേക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ സഹായിച്ചു. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റു പലരും തീക്ഷണമായി പ്രാർത്ഥിച്ചു. ഇനിയും സാമ്പത്തികമായി കർത്താവ് അനുഗ്രഹിച്ചവർ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നു വേണ്ട ആഹാരം തന്ന് കർത്താവ് വഴി നടത്തുന്നവരുമുണ്ട്. വിധവയുടെ കൊച്ചു കാശ് പോലെ നമ്മൾ എത്രയാണ് കൊടുക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തോടെ നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിൽ കർത്താവ് നമ്മൾ ബ്ലസ് ചെയ്യും സഹോദരങ്ങളെ. എത്രയോ പൈസ നമ്മൾ ആഘോഷങ്ങൾക്ക് വേണ്ടി, പല ആർഭാടങ്ങൾക്ക് വേണ്ടി, വിവാഹമാകട്ടെ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ഹോളി കമ്മ്യൂണിയൻ്റെ സെലിബ്രേഷൻ, മറ്റെന്തൊക്കെ പാർട്ടികൾക്ക് വേണ്ടി, ഉല്ലാസങ്ങൾക്ക് വേണ്ടി നമ്മൾ പല പൈസയും ചിലവാക്കുന്നു. വേണം നമുക്കതൊക്കെ. പക്ഷെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ, എൻ്റെ സഹോദരങ്ങളെ, പണമില്ലാത്തതുകൊണ്ട് ഒരു ശുശ്രൂഷയും തളർന്നു പോകരുത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കൈയഴിഞ്ഞ് ഷെക്കേന ന്യൂസിന് ഈ മാധ്യമ ശുശ്രൂഷയെ സഹായിക്കണം. നിങ്ങളിവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടണം. ഞാനിത് വെറുതെ ചുമ്മാ പറയുന്നതല്ല. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ആലയത്തിലേക്ക് വരണം. തൃശ്ശൂർ മണ്ണുത്തി അടുത്താണ് ഷെക്കേന ന്യൂസ് മീഡിയ. ചിലരെങ്കിലൊക്കെ പല ദിവസങ്ങളിൽ കടന്നു വരാറുണ്ട്. നിങ്ങൾ കടന്നു വന്ന് നേരിട്ട് ഈ നിജസ്ഥിതികൾ കണ്ട് നിങ്ങൾ ബോധ്യപ്പെടണം. ദൈവം എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നത്, വളർത്തുന്നതൊക്കെ. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയത്തുറവിയോടെ കഴിയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ വളരെ ഭീമാകാരമായ ആ ഒരു ഭാരിച്ച ആ ചെലവിലേക്ക് പല ചെലവുകൾ വരുമ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് നിങ്ങൾ ആ ചെലവിലേക്ക് നിങ്ങൾ ഉദാരമായി നിങ്ങൾ സ്നേഹത്തോടെ നൽകണമെന്ന് ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നിയോഗങ്ങളെ, കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. ഈ അക്കൗണ്ട് നമ്പറിലും അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറുണ്ട്. നിങ്ങൾക്കത് ഇതുപോലെ ഈശോയെ സ്നേഹിക്കുന്ന, സുവിശേഷവൽക്കരണത്തെ സ്നേഹിക്കുന്നവർക്ക് അത് അയച്ചു കൊടുക്കാം. അപ്പോൾ അത് അനേകർക്കൊരു പ്രോത്സാഹനമായിട്ട് മാറും. ഒപ്പം നിങ്ങൾ ഇതിന് പ്രാർത്ഥിച്ച് കോട്ട കെട്ടണം. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രാർത്ഥിച്ച് നിങ്ങൾ നമ്മുടെ ശുശ്രൂഷകളെ സഹായിക്കണം. ഷെക്കേന ന്യൂസിനെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് സഹോദരി സഹോദരങ്ങളുണ്ട്. ഒത്തിരി സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും കരുതലുമാണ് ഈ മാധ്യമ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, പൊതുസമൂഹത്തിൽ പ്രകാരം നിലനിർത്തി കൊണ്ടുപോകാൻ കർത്താവ് കരുണ കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സെപ്റ്റംബർ 2-ാം തീയതി മുതൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഷെക്കേന കുടുംബത്തിൽ നിന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു. നാളുകളത്തെ പ്രാർത്ഥനയുടെയും ദൈവിക ആലോചന ഫലമായിട്ട് നമ്മൾ ചെറിയ തോതിൽ, എളിയ തോതിൽ ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ ആരംഭിക്കുകയാണ്. സാർവത്രിക സഭയുടെ ശബ്ദമായി മാറാൻ. കേരള സഭയുടെ ശബ്ദം മാത്രം പോരാ, സാർവത്രിക സഭയുടെ ശബ്ദമായി മാറാൻ. ഇന്ന് ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നമ്മുടെ വിശ്വാസം ഇന്ന് അവഹേളിക്കപ്പെടുന്നുണ്ട്, അപഹസിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് നിന്ദിതനും അപമാനിതനുമാകുന്നു. അവിടെ സഭയുടെ സത്യവിശ്വാസത്വം ലോകരാജ്യങ്ങൾ ഉയർത്തിക്കാണിക്കുവാനും നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാനും നമുക്ക് ഇന്ന് ഗ്ലോബൽ ലെവലിൽ ഒരു ന്യൂസ് ചാനൽ ആവശ്യമാണ്. ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനൽ വേണം. അപ്പോൾ കർത്താവിൻ്റെ വലിയ സ്വപ്നമാണിത്. SG ന്യൂസ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഷെക്കേന ഗ്ലോബൽ ന്യൂസ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നിങ്ങൾ സെപ്റ്റംബർ 2-ാം തീയതിയാണ് അതിൻ്റെ ഒരു എളിയ തുടക്കം. അതിൻ്റെ ഒരു കാർഡുണ്ട്. ആ കാർഡ് പറ്റിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക. അതിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ യൂട്യൂബിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അതിൽ പ്രോഗ്രാമുകളൊന്നുമില്ല, അതൊരു പ്രൊമോഷനാണ്. SG ന്യൂസിൻ്റെ യൂട്യൂബ് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യണം മാക്സിമം. അതുപോലെ തന്നെ അതിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഷെക്കേന ഗ്ലോബൽ ന്യൂസിൻ്റെ പ്രൊമോഷനിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാകാം. അതുപോലെ വിദേശത്തൊക്കെയുള്ള നമ്മുടെ മക്കൾ, പ്രിയപ്പെട്ടവർക്കൊക്കെ നിങ്ങൾ ഇത് അയച്ച് ലിങ്കുകൾ ഇവിടെ നിന്ന് അയക്കുക. അതൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരോട് അത് സബ്സ്ക്രൈബ് ചെയ്ത്
ഇതിൻ്റെ പ്രൊമോഷനിൽ ഭാഗവാക്കുകളാകാൻ പറയാം. സെപ്റ്റംബർ 2 മുതൽ നമുക്ക് എളിയ തോതിൽ ഈ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. സാർവത്രിക യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം. എൻ്റെ സഹോദരി, ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ സ്വപ്നങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവെല്ലാം വഴി നടത്തിക്കോളും. പരിശുദ്ധ അമ്മയും വിശ്വസ പിതാവും സകല വിശുദ്ധരും നമ്മോട് കൂടെയുണ്ട്. നിങ്ങളെല്ലാം നിയോഗങ്ങളിലും ദൈവകൃപയുണ്ടാകട്ടെ. കർത്താവിൻ്റെ വചനം കടന്നു വന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യട്ടെ. നമ്മുടെ തലമുറകളെ സുഖപ്പെടുത്തട്ടെ. നമ്മുടെ സഭ ഉണർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെല്ലാവരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.